ദോഷം തരാന്ന് പറഞ്ഞാല് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഡിയോയും വീഡിയോയും തരാണ്. അതായത് ഓഡിയോ എന്ന് പറഞ്ഞാൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, വരിക, എൻ്റെ അടുത്തേക്ക് വരൂ വരൂ എന്ന് കുതിച്ച് വിളിക്കുകയാണ് അല്ലാഹു തആല. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ട്. അതൊക്കെ ഉണ്ട്. മരണപ്പെടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ടൂർ പോവാണ്. ടൂറിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി, പൈസ ഒക്കെ അടച്ച് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ അവിടെ ഹോട്ടലിൽ, ഇവിടെ കാണാൻ പോവാം, കറങ്ങാൻ പോവാം, കടലിൽ യാത്ര, ആകാശത്ത് യാത്ര എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം തന്നിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് അതിൻ്റെ പിക്ചർ അയച്ചു തരികയാണ് വാട്സപ്പിലൂടെ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്, ഇത് കടലാണ്, ഇത് പൂളാണ്, ഇത് മുകളിൽ പറക്കാനുള്ളതാണ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ തരുമ്പോൾ പോകാനുള്ള ആവേശം കൂടൂലേ? അതാണ് ചിരിക്കുന്നത്. നമ്മൾ ആ ഫോട്ടോ കണ്ട് നമ്മളിങ്ങനെ ചിരിക്കൂലേ? നാളെ മാഷാ അല്ലാഹ് നമ്മളിങ്ങനെ പറയൂലേ? അതുപോലെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അല്ലാഹു വീഡിയോ പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്. കൂടെ നിൽക്കുന്ന മക്കൾക്ക് കാണാൻ പറ്റൂല, ബന്ധുക്കൾക്ക് കാണാൻ പറ്റൂല. അതിങ്ങനെ നോക്കുകയാണ്. ഒന്നാമത് കാണിച്ചു കൊടുക്കുന്നത് എന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിക്കുക. കുറെ ആളുകളെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കും. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ മഹാരഥന്മാരായ ഉസ്താദുമാരെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും സ്വാലിഹീങ്ങളായ അടിമകളെ. ശംസുലമയെ കണ്ട് മരിച്ചവരില്ലേ, കണ്ണിയത്തിനെ കണ്ട് മരിച്ചവരില്ലേ? നവറല്ലാഹു മർക്കദഹുമ. അല്ലാഹുവേ, അതുകൊണ്ടാണ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയത്ത് എല്ലാവരും കരഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതേ, കരയല്ലേ 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 കരയല്ലേ, ഞാൻ പോകുന്നത് എന്റെ ആരംഭപ്പൂവിന്റെ അടുത്തേക്കാണ്, അവിടുത്തെ സഹാബത്തിന്റെ അടുത്തേക്കാണ് എന്ന് പറയാൻ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരംഭപ്പൂവിനെ കാണാൻ പറ്റിയാൽ എന്ത് ചന്തമായിരിക്കും, എന്ത് രസമായിരിക്കും, എന്ത് ആനന്ദമായിരിക്കും, എന്ത് സുഖമായിരിക്കും. റോസാദളത്തിൻ ചെണ്ട്, റോജാ റസൂലിൻ ചുണ്ട്, രോമാഞ്ചമാല കണ്ട് തീരാത്ത ജായിബുണ്ട്, ശീലിൽ തിളങ്ങും കണ്ണ്, തൊട്ടാൽ മിനുങ്ങും കവിള്, തൊട്ടടുത്തെന്നുമെന്നും തങ്ങുന്നു തെന്നല്. അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, അവസാന സമയത്ത് നിന്റെ മാണിക്യപ്പൂവിനെ കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കാണിച്ചു കൊടുക്കുകയാണ് അല്ലാഹു. സ്വർഗത്തിൽ നിങ്ങൾ പോകാനുള്ള സ്ഥലങ്ങൾ, കൊട്ടാരം, അരുവി, തോട്ടം, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മക്കളെ ഓർത്ത് സങ്കടപ്പെടും. 10 ഏക്കർ റബ്ബർ തോട്ടം നിലമ്പൂരുണ്ട്, ആഗ്രഹിക്കും. ഒക്കെ പോട്ടെ, അല്ലാഹ് ഇതല്ലേ കിട്ടാൻ പോകുന്നത്. പിന്നെ ഇത് അല്ലേ, മരിക്കാൻ നേരത്തെ താക്കോല് മുറുകെ പിടിക്കുന്ന ദുനിയാവിനെ പ്രേമിക്കുന്ന പണഭ്രാന്തന്മാര് പഠിച്ചോ? ആലോചിച്ച് നോക്ക്. എല്ലാം വിട്ട് കളഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുള്ള ആർത്തി വരുന്നത് കാണിച്ചു കൊടുക്കാണ്. യാഥാർത്ഥ്യ ലോകത്തെ ഇങ്ങനെ കണ്ണു തുറന്ന് കാണുക. പ്രസന്റേഷൻ, വീഡിയോ പ്രസന്റേഷൻ കണ്ണു തുറന്ന് കാണുക സ്വർഗത്തിന്റെ ഓരോന്നും. അത് കാണുമ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത്. മഹാന്മാരെ, അടിമകളെ, സ്വാലിഹീങ്ങളെ കാണിച്ചു കൊടുക്കും. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ച പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടു പോയ റാബിയത്തുൽ അദവിയെ പ്രേമിച്ച പെങ്ങളെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേര് പറയുമ്പോൾ കരയുന്ന പൂങ്കോട്ട മോളെ, അവരെയൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളെ കുടുംബത്തിലെ സ്വാലിഹാത്തുകളെ കാണിച്ചു തരും. നല്ല നല്ല ഉമ്മമാരെ, ഈമാനോടെ മരിച്ചുപോയ ഉമ്മമാരെ ആ മരിക്കുന്ന സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. വരൂ മക്കളെ, വരൂ മക്കളെ, ഉമ്മാന്റെ അടുത്തിരിക്കാമെന്ന് ഇങ്ങനെ കാഴ്ചവരിങ്ങനെ പറയും. അല്ലാഹു പറയുന്ന വദ്ഖുലീ ജന്നത്തി, സ്വാലിഹീങ്ങളായ അടിമകളെ മാത്രമല്ല സ്വർഗം അല്ലാഹു കാണിച്ചു കൊടുക്കും. സ്വർഗത്തിന്റെ സർവ്വസന്നാഹങ്ങളും അല്ലാഹു കാണിച്ചു കൊടുക്കും. പിന്നെ മരിക്കാൻ അവർക്ക് പേടിയുണ്ടോ? മരിക്കുവാൻ എന്താണ് പേടി? പണ്ടും മരിച്ചതല്ലേ പല കോടി
എന്തിനാണ് പേടിക്കുന്നത്? ജീവിതത്തിൽ ഒരുങ്ങിക്കോ, തയ്യാറെടുത്തോ, ഇബാദത്ത് ചെയ്തോ, സൽക്കർമ്മങ്ങൾ ചെയ്തോ, സ്വതക്കകൾ ചെയ്തോ, അതിനുവേണ്ടി ഒരുങ്ങിക്കോ. അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബത്ത് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈമാനോടെ മരിക്കാൻ, സ്വർഗം കണ്ടു മരിക്കാൻ, മരണത്തെ രുചിയായി ആസ്വദിക്കാൻ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക. ഈ ദുആ നിങ്ങൾ എപ്പോഴും ചൊല്ലണേ, എന്നും ചൊല്ലണേ. 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി കൈയുയർത്തുമ്പോ ഈ ദുആ നിങ്ങൾ പറയണേ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക. അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ, നന്ദി രേഖപ്പെടുത്താൻ സഹായിക്കണേ അല്ലാ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കണേ അല്ലാ. ഇത് കൂടാതെ ഒരു ദിവസം 100 സൂറത്തുൽ ഇഖ്ലാസ് ഇത്രയും ഓതണം ഉസ്താദേ നിങ്ങൾ ചോദിക്കും. എന്താണ് ഇത്രയും ജോലി നിങ്ങൾക്ക്? ഒരു 100 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ ആള് സ്വർഗം കാണാതെ മരിക്കൂല. നിങ്ങൾ എഴുതി വെച്ചോ. 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞ് 10 വെച്ച് ഓത്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 50 ഓതും. പെട്ടെന്ന് തീരൂലേ? 100 സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക. ഈ ദുആയി മറക്കരുത്. വലിയ നേട്ടവും വലിയ വിജയവും അൽഹംദുലില്ലാഹ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരി 500 രൂപ, കുറച്ച് ദുആലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു സഹോദരി 5000 രൂപ. അല്ലാഹു ആ സഹോദരി അനുഗ്രഹിക്കട്ടെ. ഭർത്താവിന്റെ കടം വീടാൻ, രോഗം മാറാൻ, മാതാപിതാക്കളുടെ ആഫിയത്തിന് 2000. അഷ്റഫ് ടി കെ മാതാപിതാക്കളുടെ സഹോദരന്റെ പേരിൽ ദുആ ചെയ്യാൻ 1000. ഒരു സഹോദരൻ ഉമ്മ അപ്പാടെ പേരിൽ ദുആ ചെയ്യാൻ 1000 രൂപ. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അതുപോലെ നഫീസ ചേലക്കൽ മരണപ്പെട്ട മാതാപിതാക്കൾ, ഭർത്താവിനും അസുഖം ശിഫയാകാനും 1000 രൂപ. സഹോദരി മരണപ്പെട്ട ഭർത്താവിനും പിതാവിനും തളർന്നു കിടക്കുന്ന ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ. ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെ കൊണ്ടുപോയത് ഒരു ഹോട്ടലിലാണ്. എന്താണ് പേര് ഹോട്ടലിന്റെ? ഇവിടെ ഉണ്ടാ പരസ്യം അല്ലേ? ആ ഉസ്താദിന്റെ ഹോട്ടലിലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് അവിടെ അള്ളാഹു കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. എല്ലാ പുരോഗതിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാലോ. തുണ്ടായിട്ട് ഇങ്ങനെ എഴുതണം. ഇനി അവർക്ക് അങ്ങനെയുള്ള ആർത്തിയൊന്നുമില്ല. പിന്നെ എന്തേലും വാങ്ങിക്കൊടുത്ത് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർ നല്ല കാര്യത്തിന് ഉപകരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരുപാട് വലിയ പിരിവൊക്കെ റമദാന് മുമ്പ് ഇങ്ങനെ നിർത്തി. ഉസ്താദന്മാരുടെ നിർദ്ദേശം പ്രകാരം മജ്ലിസിലൊക്കെ ഒരുപാട് പൈസ പിരിച്ച് അങ്ങനെ ആക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഉസ്താദന്മാർ പറഞ്ഞ് നമ്മൾ കേൾക്കണം. നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റായ സഹോദരൻ്റെ ഉപ്പാക്ക് സുഖമില്ല, ചെറിയ പ്രയാസത്തിലാണ്. അള്ളാഹു ഈ ഖിദ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. കോഴിക്കോട് സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ അന്ന് ഞാൻ മണ്ണാർക്കാട് ഡേറ്റ് കൊടുത്തിരുന്നു. എത്താനൊന്നും പറ്റിയില്ല, എന്നാലും ഇറങ്ങി പോയി നോക്കി എത്താമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് സമ്മേളന സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വിഖായുടെ കോട്ടിട്ട് 2 മക്കളാണ് വാഹനത്തിലേക്ക് എത്തിച്ച്. അത്രയും തിരക്കാണല്ലോ. അപ്പോൾ അതിലൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, എനിക്ക് ഉമ്മായും ഒരു പെങ്ങളുമാണ് ഉള്ളത്. ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണിയാണ്. പക്ഷെ 2 ദിവസം കൊണ്ട് ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്. ഉസ്താദിൻ്റെ പൊന്നാര ഉമ്മാക്ക് വേണ്ടി ദുആ. അത്രയും പാവങ്ങളാണ്, അത്രയും സാധുക്കളാണ്. അങ്ങനെയുള്ളവരാണ് ഇതിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ചെറുപ്പക്കാർ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഈ നമ്മുടെ ഇവിടുത്തെ സഹോദരൻ്റെ ആ ഉപ്പാക്ക് അല്ലാഹു യാ ഷാഫി യാ കാഫി യാ മുആഫി എന്ന ദിക്റിൻ്റെ ബറക്കത്തുകൊണ്ട് പരിപൂർണമായ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരു സഹോദരി ആഗ്രഹം നടക്കാൻ വേണ്ടി 500 രൂപ. വേറെ സഹോദരി മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും ഭർത്താവിനും വേണ്ടി 2000 രൂപ. അല്ലാഹു അവരുടെ ഖബർ ജീവിതമെല്ലാം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയാം. എന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയാൽ കുറച്ച് ഉഷാറാവും. ഇത്തിരി നേരം ഇരുന്നതല്ലേ, അപ്പോൾ ദുആയ്ക്ക് ഒരു ഉണർവുണ്ടാവും. ഈ സ്ഥലം നമുക്ക് പിന്നെ പ്രോഗ്രാമിന് വേണ്ടി ഒരുക്കി തന്നത് ഷിയാസ് എന്ന് പറയാം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ വീട് കാണാമല്ലോ, ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. എന്നെ വിളിച്ചിരുന്നു, ഞാൻ അവിടെ പോയി. വേഗം ദുആ ചെയ്യാൻ നിന്നില്ല. തങ്ങളിവിടെ ഉദ്ഘാടനത്തിന് കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഒരുപാട് പേരെ ഇരുന്ന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. ഷിയാസ് എന്ന സഹോദരൻ്റെ സൗദിയിലെ ബിസിനസ്സിലെല്ലാം അള്ളാഹു വലിയ ബറക്കത്തും പുരോഗതിയും കൊടുക്കട്ടെ.
പണത്തിൻ്റെ അഹങ്കാരമൊന്നും കാണിക്കാതെ നമ്മളോട് വിനയത്തോടെ സഹകരിച്ച് ഈ സദസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ദുആ ചെയ്യണം. അവരെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.